അതായത് ഹിന്ദുത്വ രാഷ്ട്രീയം ഉയർത്തിക്കൊണ്ടുവരുന്ന സംഗതികളോട് നോ എന്ന് പറയാൻ കഴിയാത്ത കോടതികളുടെ എണ്ണം ഇന്ത്യയിൽ കൂടിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നമ്മൾ എടുത്തു പറയേണ്ട കാര്യം. നമ്മളെപ്പോഴും പറയില്ലേ, 1991 ഉണ്ടാക്കിയ ആരാധനാലയ നിയമം ഇവിടെ നിലനിൽക്കെ, മറ്റ് ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട ക്ലെയിം ഉന്നയിക്കുന്ന നിയമം ഇവിടെ നിൽക്കെ കോടതികൾ അതിനെ എൻ്റർടൈൻ ചെയ്യുന്നുണ്ടല്ലോ. കാരണം ഹിന്ദുത്വ രാഷ്ട്രീയം അതിൻ്റെ സംഹാരരൂപവുമായിട്ട് വരുന്നു, അതിൻ്റെ കൂടെ വിഷയങ്ങളെ കൊണ്ടുവരുന്നു. അതിനോട് നോ എന്ന് പറയാൻ രാജ്യത്തെ പരമോന്നത കോടതിക്ക് പോലും അങ്കലാപ്പാണ്. അപ്പോൾ ഇവിടുത്തെ കോടതികൾ പറയാൻ, കേരളത്തിലെ കോടതികൾക്കൊക്കെ കുറച്ചുകൂടി ഇവിടുത്തെ സാമൂഹ്യ അന്തരീക്ഷത്തെയും രാഷ്ട്രീയ അന്തരീക്ഷത്തെയും മനസ്സിലാക്കി പ്രവർത്തിക്കുന്നു വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയല്ല, അത് വഴിപ്പെടുകയാണ്. ലോകത്തൊരാൾക്കും മനസ്സിലാവാത്ത അങ്ങേയറ്റം എന്താണ് പറയുക, നോൺസെൻസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ഉയർത്തിയിട്ട് ആ ഇഷ്യൂ സ്ഥാപിക്കാൻ ഒരു സെൻസർ ബോർഡിന് കഴിഞ്ഞിരിക്കുന്നു. ജാനകി എന്നുള്ള പേര് ഒരു കാര്യം ഓർമ്മിപ്പിക്കാം. ഈ ആരാധനാലയ നിയമം പറഞ്ഞുകൊണ്ടാണ്, ആരാധനാലയ നിയമം നിലനിൽക്കെ ഗ്യാൻവാപ്പി പള്ളിയിൽ സർവേ അനുവദിച്ച ചീഫ് ജസ്റ്റിസിൻ്റെ മകനാണ് CBFCക്ക് വേണ്ടി കേരള ഹൈക്കോടതിയിൽ ഹാജരായത്. ചന്ദ്രയുടെ. അപ്പോൾ ആലോചിക്കേണ്ട കാര്യം ഇതാണ്. ചന്ദ്രനോട് വേഗത്തിൽ ഔദ്യോഗിക വസതി ഇറങ്ങിപ്പോണമെന്ന് സുപ്രീം കോടതി പറയുകയും ചെയ്തിട്ടുണ്ട്. അതുപോട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അതിനകത്ത് കോടതികൾ ഇത് വഴിപ്പെടുന്നു. അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. സംഘപരിവാറിൻ്റെ പണി ഇതാണ്. അവരുടെ ഭരണം 11 വർഷം നമ്മൾ കണ്ടതാണ്. സകല മേഖലയിലും സർവകലാശാലകളുടെ ചീഫ് ആരായിരിക്കണം, ഗവർണർ ആരായിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ തലപ്പത്ത് ആര് വരണം, അവിടെ എന്തൊക്കെ നടപ്പിലാക്കണം, എന്ത് പഠിക്കണം എന്നതൊക്കെ മൊത്തം ഇവർ ഇത് പൊല്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. പക്ഷെ അതിനകത്തെല്ലാം ഒരു ഗേറ്റ് കീപ്പിംഗ് പോയിൻ്റായിട്ട് കോടതി നിൽക്കുമെന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ കോടതി ഈ പറയുന്ന വിവരദോഷത്തിന്, ഈ ഹെയ്റ്റ് പദ്ധതിക്ക് വഴിമരുന്നിട്ട് കൊടുക്കുകയാണ്. ജാനകി എന്നുള്ള പേര് ഉപയോഗിക്കരുതെന്ന് പറഞ്ഞു. നാളെ ഏത് പേരിടും? അജിംസ് പറയാണ് ജാനകി എന്നുള്ള പേര് ഒഴിവാക്കി മറ്റു പേരിടും. ജാനകി എന്നുള്ള പേരിന് 10, 100, 200 എങ്ങാണ്ട് പര്യായപദങ്ങളുണ്ട്. അവയൊക്കെ എടുത്തു വെച്ചിട്ട് ഇത് ജാനകി സീതയുടെ പേരിൻ്റെ പര്യായമാണ് ഉപയോഗിക്കരുത് എന്ന് വെച്ചാൽ എന്ത് ചെയ്യും? ജാനകി എന്ന പേരുള്ള ഒരാളെ മറ്റൊരു മതസ്ഥൻ സംരക്ഷിക്കുന്ന സീനുണ്ട്, അത് അപകടകരമാണ് എന്നാണ്. അപ്പോൾ ജാനകി, ഞാൻ വഴി നടന്നു പോവുകയാണ്, ജാനകി എന്ന പേരുള്ള ഒരാൾ വഴിയിൽ അപകടത്തിൽപ്പെട്ട് കിടക്കുന്നു, ഞാൻ സംരക്ഷിക്കാൻ പാടില്ല, ഇന്ത്യയിലെ പറയാൻ പറ്റില്ല. അപ്പം ഞാൻ അവരെ രക്ഷിച്ചു എന്ന് കരുതുക. അപ്പോൾ അത് ഒരാൾ പ്രശ്നമായി, ഏതെങ്കിലും ഹൈക്കോടതിയിലെ വളിപ്പൻ വക്കീൽ അതൊരു പ്രശ്നമായിട്ട് ഉന്നയിച്ചു. അങ്ങനത്തെ വക്കീലന്മാരുണ്ടല്ലോ. അത് കോടതിയിൽ വന്നു. കോടതിയിൽ വരുമ്പോൾ നിഷാദ് എന്ന പേരുള്ള ആൾ ജാനകിയെ രക്ഷിച്ചത് ദുരുദ്ദേശത്തോടെയാണ് എന്ന് വന്നാൽ നമ്മുടെ കേരള ഹൈക്കോടതി അത് പ്രശ്നമാക്കുകയും എന്നെ തൂക്കാൻ വിധിക്കുകയും ചെയ്യുമോ എന്ന് പേടിക്കണം. കാരണം അതാണ് ഇതിൻ്റെ പ്രീസിഡൻസ് അതാണല്ലോ. കാരണം ഈ വാദങ്ങൾ കോടതി എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ പറയുന്ന പ്രശ്നം നമ്മളിനിയിപ്പോൾ ആരുടെയൊക്കെ പേര് പടം പിടിക്കണം, ആരുടെയൊക്കെ പേര് പിടിക്കണം എന്ന തരത്തിൽ അവർ ലിസ്റ്റ് ഇറക്കേണ്ടി വരും. കാരണം ഇന്ത്യയിലുള്ള ബഹുഭൂരിപക്ഷം പേരുകൾക്കും ഹിന്ദു വിശ്വാസത്തിലെ ദേവതാ സങ്കല്പങ്ങളുമായി ബന്ധമുള്ള പര്യായങ്ങളാണ്. അവയെടുത്ത് എങ്ങനെയാണ് ഉപയോഗിക്കുക? മൗലികമായ സന്ദേശം ഇതാണ്: ഞങ്ങൾക്ക് നിങ്ങളെ എങ്ങനെയും നിയന്ത്രിക്കാൻ കഴിയും. നിങ്ങളുടെ ഏത് കണ്ടൻറ്റും ഞങ്ങൾക്ക് തോന്നുന്ന ഒരു ന്യായം പറഞ്ഞ് വെട്ടാൻ ഞങ്ങൾക്ക് പറ്റും. അത് നിങ്ങളുടെ ലോജിക്കിനെ കുറിച്ചോ നിയമത്തെക്കുറിച്ചൊന്നും പറയണ്ട. കോടതിക്കകത്ത് പോയി നിങ്ങൾ കൊണ്ടുപോയാലും ഞങ്ങൾക്ക് വെട്ടാൻ പറ്റും. അതുകൊണ്ട് പൂർണ്ണമായും ഞങ്ങൾക്ക് വിധേയപ്പെടുക എന്നാണ്. ഞങ്ങൾക്കെതിരായ കണ്ടന്റ് ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കേണ്ട. പറ്റുമെങ്കിൽ രാമായണം പുതിയൊരു വമ്പൻ പടം വരാൻ പോകുന്നുണ്ട്. അത്തരം പടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഹിന്ദുത്വ സംസ്കാരത്തിൻ്റെ ഒരു സംസ്ഥാപനത്തിന് വേണ്ടി കലാമേഖലയാകെ പണിയെടുക്കൂ. അല്ലാതെ കൂടുതൽ നിഷ്കളങ്കമായ കല, നൈർമല്യമുള്ള കല, അല്ലെങ്കിൽ ഭരണകൂട വിയോജിപ്പിൽ രേഖപ്പെടുത്തുന്ന രാഷ്ട്രീയമുള്ള കല അത് നിങ്ങളുടെ കയ്യിൽ വെച്ചാൽ മതി എന്നുള്ള സന്ദേശം കുറച്ചുകൂടി ആണി അടിച്ചുറപ്പിച്ച് അവർ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നു. കോടതി അത് കണ്ട് കൈയും കെട്ടി നോക്കി നിൽക്കുകയോ അതിന് താഴെ ഒപ്പിടുകയോ ചെയ്തിരിക്കുന്നു. നമ്മുടെ നിരാശാഭരിതമായ മറ്റൊരു ഘട്ടം.